ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കുട്ടി പ്രസവിച്ചാൽ 5ാമത്തെ ദിവസമാണ് കേട്ടോ ചടങ്ങുകൾ ഉണ്ടാവുക. എന്താ പറയുക, ആൺകുട്ടി പ്രസവിച്ചാൽ 5ാമത്തെ ദിവസം, പെൺകുട്ടി പ്രസവിച്ചാൽ 6ാമത്തെ ദിവസം. അപ്പോൾ ഇതിന് ചട്ടി എന്നാട്ടോ പറയുക, ചട്ടി. അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, അവർക്ക് പെൺകുട്ടി ഉണ്ടായിന്. അപ്പോൾ അവർ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് 6ാമത്തെ ദിവസമാണ്, ചട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം ചട്ടി എന്ന ചടങ്ങ് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവല് കേട്ടോ. അപ്പം ഇനി അവിടുന്ന് കാണാം. ഇതാ മോള് തയ്യാറായി. ഹായ് ടോ. ഭയങ്കര വിയർപ്പ് കേട്ടോ, നല്ല ചൂട് നല്ലോണ്ടേ. ഹായ്, സുഖല്ലേ പൂച്ച? സുഖല്ലേ? ലവ് യു ഫ്രണ്ട്സ്. ഞങ്ങളിപ്പോൾ സ്വർണ്ണക്കടയിലാട്ടോ. കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇവിടെ നിർബന്ധം കേട്ടോ, കുട്ടിക്ക് കൊടുക്കും. ഇതിന് ഹായ് എന്നാട്ടോ പറയാ. സംഭവം കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളീൻ്റെതാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഹായ് ആണ് കേട്ടോ ഒന്ന് വാങ്ങിയത്. ഇതാട്ടോ ഹായ് എഴുതിയിട്ടുണ്ട്. സംഭവം കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാവുക. ഇത് കണ്ണ് പറ്റാതിരിക്കാന് ये भी तो हाय भी तो होती है ना, ഹായ്. ഇതാ ആരെങ്കിലും പ്രാഗിയാല് അപ്പോൾ അതൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഒന്നതാ ये क्या है, കട है, ചൂട. ഇത് കട, ഇത് മറ്റേ വളയാണ് കേട്ടോ, സിൽവറിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഭാഗമായിട്ടാട്ടോ കുട്ടിക്ക് കൊടുക്കണത്. ഇതാണ് കേട്ടോ ഞങ്ങളിവിടുത്തെ മാർക്കറ്റ്. ഹസ്ബൻഡിന് സുഖമില്ല കേട്ടോ, അപ്പോൾ മരുന്ന് വാങ്ങാൻ വന്നതാണ് ഫാർമസിയിൽ. यही है. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാം കേട്ടോ. പനീർ കറി. नो यहाँ बहुत अच्छे से लगा है जो दूसरा वाला है यार. अच्छा अपना देखो പനീർ മുറിക്കാട്ടോ. പനീർ കറിയാണേ. ഞങ്ങൾ വന്ന ആ വീട്ടിലത്തെ മൂത്ത കുട്ടിട്ടോ. ഹലോ. ഇത് ഗുലാബ് ജാമുൻ. हेलो, बाय करो. हाय कर दो, गिफ्ट मिलेगा. हाय बोल दो. चॉकलेट देंगे. नींद आ रही है, नींद आ रही है. ഇവിടുത്തെ കുറച്ച് ലുക്ക് കാണിച്ചു കേട്ടോ. ഡെയിലി ഇവിടെ നിന്നാട്ടോ ഫുഡ് ഉണ്ടാക്കുക. ഇവരുടെ അടുക്കളയാട്ടോ കാണിച്ചു. ഒരടുപ്പ്. ലൈറ്റ് नहीं आ रही है. ചിക്കൻ ആണ് കേട്ടോ.
എനിക്ക് നമ്മളെ കേരളം ഓർമ്മ വരാം കേട്ടോ. ചിക്കൻ കണ്ടിട്ട് ഗസ്റ്റ് എല്ലാവരും ഇരിക്കുക കേട്ടോ. പിന്നെ കോയൽ കിണർ ഇപ്പം അടുത്താട്ടോ ഈ വീടുണ്ടാക്കിയത്. ഇവിടെ പോത്തൊക്കെ ഉണ്ട് കേട്ടോ. പോത്തിനൊക്കെ കാണിച്ചു തരാം. തുളസി. പിന്നെ ഇത് അപ്പുറത്ത് വേറെ ആരതോ സ്ഥലം കേട്ടോ. ഈ കവറിൻ്റെ മുകളിൽ കാണുന്ന സാധനങ്ങളൊക്കെ പ്രസവിച്ച കുട്ടീൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരാണ് കേട്ടോ ചെയ്യേണ്ടത്. പൊട്ട്, കൺമഷി, ലിപ്സ്റ്റിക്ക്, അങ്ങനെ ഓരോ സാധനങ്ങളാട്ടോ ഇതിൽ. ഹൽദി को गीला भी तो करना पड़ता है ना. गीला कर देना. ബാക്കിയുള്ള പെണ്ണുങ്ങൾ മഹാവർ ഇടണം കേട്ടോ കാലിൽ. സംഭവം എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും മഹാവർ ഇടണം. പിന്നെ ഈ പ്രസവിച്ച കുട്ടിയുടെ അമ്മയാണ് ഓർക്കും ഇടണം കേട്ടോ ഈ മഹാവർ കാലിൽ. എന്നിട്ട് ഈ മഹാവർ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വേറെ പരിപാടി നടക്കുക കേട്ടോ. മഹാവർ ഇടുന്ന മുമ്പ് ഫസ്റ്റ് മഞ്ഞൾ തേക്കണം കേട്ടോ കാലിൽ. എന്നിട്ട് വേണം മഹാവർ തേക്കാൻ. मम्मी चिंगम खाए चिंगम खाए ना बाबू हां वो कुछ तो മഞ്ഞളാണ് കേട്ടോ. अम्मा काजल लगा ली लागी आकी छप गई ना हमारी बोरी में भागवत बैठी हम दर्शन में काजल लगी ഇനി പൂജയാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. ഈ പൂജയാണെങ്കിൽ കുട്ടിക്കും പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഈ പൂജയിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഗോതമ്പാണ് കേട്ടോ. തീയുള്ള വിറകാണ് കേട്ടോ ഗോതമ്പിൻ്റെ അടുത്ത് നിങ്ങൾ കാണുന്നത്. പിന്നെ വിളക്ക്. ഈ പ്ലേറ്റിൽ കാണുന്ന ഫുഡ് ഇത് കുറച്ച് സ്പെഷ്യൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ. സംഭവം ഈ കുട്ടിയുടെ അമ്മ, പിന്നെ ഓരോ നാത്തൂന്, പിന്നെ ഓരോ ഭർത്താവിൻ്റെ അനിയന്, അങ്ങനെ ഓർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് കേട്ടോ. ബാക്കി ആർക്കും ഉണ്ടാവില്ല, ഇവർക്ക് മാത്രമായിട്ടുള്ളതാണ് കേട്ടോ ഈ ഫുഡ്. ഇതിൽ കടി, പിന്നെ പൂരി, റൈസ്, പിന്നെ പൊക്കോട, അങ്ങനെ ഓരോ ഐറ്റംസ് ആട്ടോ. हाय बोल दो बाबू. हाय लव यू बोल दो. ओह बहुत क्यूट हो. हाँ क्यूट. हम तुम्हें घर ले जाएंगे. ठीक है. दुकान जाते ना പൂജ ചെയ്യാൻ കുറച്ച് സമയമുണ്ട് കേട്ടോ. അപ്പം അതിന് മുമ്പ് എല്ലാവരും പാട്ടൊക്കെ പാടിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ. എൻജോയ് ചെയ്യാനേ. കുട്ടി പ്രസവിച്ച ചേച്ചിയുടെ നാത്തൂനാണ് കേട്ടോ ഇവര്. ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് കുട്ടിക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ. ഇതിന് മുമ്പേ സംഭവം നാത്തൂന് ഇട്ടുകൊടുത്തണേ. സംഭവം ഈ ചേച്ചിയുടെ നാത്തൂന് കുട്ടിക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്തണം കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ആചാരത്തിൽ പെട്ടതാണ് കേട്ടോ. സംഭവം ഒരു കുട്ടി പ്രസവിക്കുകയാണെങ്കിൽ അപ്പം നാത്തൂനാണ് സംഭവം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുക കേട്ടോ. ആഭരണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നാത്തൂനാണ് കൊടുക്കുക. दिक्कत ना हो कितना बांधे रहने दे. कितनी बार करते जितनी बार कर
പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്ലേറ്റിലുള്ള ഫുഡ് കുറച്ചെടുത്തിട്ട് ചുമരിൽ തൊട്ടെടുക്കണം കേട്ടോ. പിന്നെ ഈ പൂജ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഈ ഗോതമ്പൊക്കെ വെച്ചത്, അതിലും കുറച്ച് വെക്കണം കേട്ടോ ഫുഡിന്ന്. ഇങ്ങനെയാണ് ഇവിടുത്തെ പൂജ കേട്ടോ നടക്കുന്നത്. छठी पुजवा नहीं है। ഇവിടെ ഇരിക്കാട്ടോ എല്ലാരും. ടോലി അകത്ത് പൂജ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നുട്ടോ. നല്ല ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മുറ്റത്തേക്ക് പോകുന്നത്. ഇനി ഇവിടെ നിന്നാണ് കേട്ടോ പാട്ടൊക്കെ നടക്കുക. यही है ना मैं जे देवर हो गए, जे ननद हो गई, भाभी. ഈ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും പിന്നെ ബ്രദറാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ പ്ലേറ്റിൽ കാണുന്ന ഫുഡ് ഇവർ ഒന്നിച്ചിരുന്നിട്ട് കഴിക്കണം കേട്ടോ. ഒരേ പ്ലേറ്റിൽ ഒന്നിച്ചിരുന്ന് കഴിക്കണം കേട്ടോ. അത് ചടങ്ങിൽ പെട്ട കാര്യമാണ്. കുട്ടിക്ക് വേണ്ടിയിട്ട് കൺമശി ഉണ്ടാക്കാം കേട്ടോ, വിളക്ക് കത്തിച്ചിട്ട്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കേക്ക് മുറിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബലൂണ് വീർപ്പിക്കുന്നത് എല്ലാവരും.
കുട്ടി പ്രസവിച്ചതിൻ്റെ സന്തോഷത്തിൽ പടക്കം പൊട്ടിക്കാൻ കേട്ടോ, സെലിബ്രേറ്റ് ചെയ്യാണേ. नहीं अंदर से नहीं गए भैया, चली गए। रुक जा। हाँ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കൺമഷി ഇടുന്നത്. ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ കൺമഷി ഇടുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കണം കേട്ടോ, ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് നെയ്ങ് എന്നാട്ടോ പറയാ. അപ്പോൾ ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. തൽക്കാലം പൈസ കേട്ടോ നെയ്ങ്ങായിട്ട് കൊടുത്തത് ഗിഫ്റ്റിൽ. നക്ഷത്രനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാട്ടോ. അച്ഛാ चला हो ना अंधाव जात ले आओ आंगन में पहले। मैं वही तो कहा तू बकरी में ले आओ, तुम मोर सुनती नहीं हो। बकरी कहते इसे आंगन को. മുറ്റത്തിന് ബക്രി എന്നാട്ടോ പറയാ ഇവിടെ. അമ്മായിയമ്മയാണ് കേട്ടോ ഈ മുറം പിടിച്ച് നിൽക്കുന്നത്. സംഭവം അമ്മായിയമ്മ മുറം പിടിക്കും, എന്നിട്ട് കയ്യിലുള്ള ഈ തുണിയിലുള്ള അരി നെല്ല് അത് 7 പ്രാവശ്യം ചുറ്റിയിട്ട് എറിയണം കേട്ടോ നക്ഷത്രത്തിന് കണ്ടിട്ട്. ഇതൊരു ചടങ്ങാണ് കേട്ടോ ഇവിടുത്തെ. दिख रहा है. इतनी बड़ी तो व्यक्ति नहीं है जितनी बड़ी खराक नहीं आई थी। अरे वो 3 साल पहले 3 साल चला लगा के बहुत अच्छी लगी। मिट्टी है वहीं चला लगता है। हां मोबाइल फोटो खींचा बस हमारे लिए सब लाइक कर देना एक रुक जो मैं ऐसी छोड़ दे तुम। क्या बोले? हैप्पी बर्थडे, हैप्पी बर्थडे टू यू,
हैप्पी बर्थडे लो कटवा जगह में हैप्पी बैठा बर्थडे टू यू। बस खवा दो बेटी को थोड़ी खवाओ काट कौन खान है यहाँ बर्थडे दे बस गंदी बात ऐसे यही बात बस दूर हट जा, अब दूर हट जा जल्दी से। बिट्टू को नुकसान करे जरा सा सही है धर्म से पूछी है बिट्टू को मुंह में नहीं डालना कोई। ले बच्चों सब पकड़ इन्हें खाना खवा दो खाना खा ले सवेरे മക്കൾ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓരാണെങ്കിൽ നല്ല ബോറടിക്കുന്നത്, ഞാനകത്ത് വീഡിയോ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഇവരാണെങ്കിൽ ഹസ്ബൻഡാട്ടോ നോക്കിയത്, വൈകുന്നേരം മുതൽ രാത്രി വരെ ഹസ്ബൻഡാട്ടോ നോക്കിയത് കുട്ടികളെ. പരിപാടികളും ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടോ, ഇനി ഫുഡ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതാ ഫുഡ് കഴിക്കാനിരുന്ന്. रसगुल्ला दे यार रसगुल्ला होय रसगुल्ला എല്ലാവർക്കും വേണ്ടിയിട്ട് പൂരിയായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ പൂരി തീരെ കഴിക്കാത്തവരൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഓർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചപ്പാത്തി ഉണ്ടാക്കണത്. അടുപ്പിലുണ്ടാക്കിയ ചപ്പാത്തി കേട്ടോ. अच्छी पकी है मस्त है അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തെങ്കിലും ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം. പിന്നെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. वो रखा था